സതീഷിന്റെ വെല്ലുവിളിയിൽ CPM പിടിച്ചത് പുലിവാല് തന്നെയാണ്. ആ പാർട്ടിയിൽ തലമൂത്ത നേതാക്കൾ മുതൽ അണികൾ വരെ ഇപ്പോൾ വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിഷയത്തിൽ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ഓരോരുത്തരും അവർക്ക് തോന്നിയത് വിളിച്ചു പറയുമ്പോൾ സത്യത്തിൽ എന്താണ് CPM എന്ന പാർട്ടിയുടെ നിലപാട് എന്ന് മനസ്സിലാകാതെ അണികൾ പോലും ഇപ്പോൾ കുഴഞ്ഞു പോവുകയാണ്. സാധാരണ നേതാക്കൾ തമ്മിൽ പരസ്യമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുള്ള ആഭ്യന്തര ജനാധിപത്യമുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ CPM അങ്ങനെയാണോ? ഒരിക്കലുമല്ല. കടുത്ത അച്ചടക്കമുള്ള ഒരു കേഡർ പാർട്ടിയാണ് CPM എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ ഇന്നിപ്പോൾ അതൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ്. CPMലെ ഭിന്നതയും പൊട്ടിത്തെറിയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തലുമൊക്കെയായി കഥയാകെ മാറി മറിയുകയാണ്. അവിടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനാവാതെ CPM സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കടുത്ത പ്രതിരോധത്തിലുമാണ്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് അദാനി ഗ്രൂപ്പുമായി ഇത്തരം ഓഹരി കൈമാറ്റ ചർച്ചകളോ ആശയവിനിമയങ്ങളോ നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തയ്യാറാകുമോ എന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ ശക്തമായ വെല്ലുവിളി. എന്നാൽ ഈ ചോദ്യത്തിന് മുന്നിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പൂർണ്ണമായും പതറിപ്പോകുന്നതാണ് കേരളം പിന്നീട് കണ്ടത്. പതിറ്റാണ്ടുകളായി വിഴിഞ്ഞം വിഷയത്തിൽ ചർച്ച നടക്കുകയല്ലേ, പല ചർച്ചകളും ഉണ്ടായിട്ടുണ്ടാകാം എന്ന അവ്യക്തവും തടിയൂരുന്നതുമായ മറുപടിയുമാണ് ഗോവിന്ദൻ ധൃതി പിടിച്ചു നൽകിയത്. UDF സർക്കാരിന് അദാനിയുമായി കരാർ ഉണ്ടാക്കിയെന്നിരിക്കെ LDFനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കാണിച്ച് വിഷയം തിരിച്ചുവിടാനാണ് പാർട്ടി സെക്രട്ടറി ശ്രമിച്ചതും അത് പാളിപ്പോയതും. എന്നാൽ MV ഗോവിന്ദൻ വിഷയം തിരിച്ചുവിടാൻ നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ കെണിയൊരുക്കിക്കൊണ്ടാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ രംഗത്തെത്തിയത്. വിഴിഞ്ഞം പദ്ധതിയിൽ ഒരു കമ്പനിക്കും ഓഹരി നൽകാൻ പാടില്ലെന്ന വാശി പാർട്ടിക്ക് ഇല്ല എന്നാണ് അദ്ദേഹം തുറന്ന് സമ്മതിച്ചുകൊണ്ട് പറഞ്ഞത്. എന്നാൽ ഇത്തരം കൈമാറ്റങ്ങൾ സർക്കാരിന്റെ പൂർണ്ണ അറിവോടും അനുവാദത്തോടും കൂടി മാത്രമേ നടക്കാവൂ എന്നാണ് CPMന്റെ നിബന്ധന എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. EP ജയരാജൻ നടത്തിയ പ്രസ്താവനകളെ തള്ളിപ്പറയാൻ തയ്യാറാകാതിരുന്ന TP താൻ പറയുന്നത് തന്നെയാണ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് എന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട്. തത്വത്തിൽ അദാനി ഗ്രൂപ്പിന് മൗനമായി പിന്തുണക്കുന്ന നിലപാടിലേക്കാണ് CPM ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ തുടക്കകാലത്ത് അദാനി ഗ്രൂപ്പിനെതിരെ കടുത്ത കടന്നാക്രമണം നടത്തുകയും വഴിവിട്ട ഇടപാടുകൾ ആരോപിക്കുകയും ചെയ്ത CPM ഇപ്പോൾ അദാനിയുടെ ഓഹരി കൈമാറ്റത്തിന് നിബന്ധനകളോടെയാണ് എങ്കിൽ പോലും പച്ചക്കൊടി കാട്ടുന്നത് പാർട്ടിയിലെ വലിയ നയപരമായ മാറ്റത്തെയും ഭിന്നതയെയുമാണ് സൂചിപ്പിക്കുന്നത്. അദാനിയുമായി മുൻ LDF സർക്കാരും പിണറായി വിജയനും നടത്തിയ ചർച്ചകളെക്കുറിച്ചുള്ള സത്യം പുറത്തുവരുമെന്ന ഭയമാണ് പാർട്ടി സെക്രട്ടറിയുടെ ഈ അവ്യക്തമായ പ്രതികരണത്തിന് പിന്നിൽ എന്ന ആരോപണം ഇതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമായിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും CPMൽ ഭിന്നത എന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും വന്നുകൊണ്ടിരിക്കുന്നത്.